വി.ഡി. സതീശന്റെ വീട്ടിൽ നിന്ന് സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, വി.ഡി. സതീശൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കാറ് പോകുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ്? അദ്ദേഹം കുടുംബസമേതം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. വളരെ സന്തോഷവാനാണോ ഇന്ന് അദ്ദേഹം? അതെ ദിവ്യ, അദ്ദേഹം വളരെ സന്തോഷിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇന്ന് അദ്ദേഹത്തിലേക്ക് ചേർന്ന് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അല്പം മുമ്പാണ് ഈ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ തിരിച്ചത്. അദ്ദേഹത്തിലേക്കാണ് മുഖ്യമന്ത്രി പദത്തിൻ്റെ എല്ലാ സൂചനകളും നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി യോഗത്തിലേക്കാണ് അദ്ദേഹം പോയത്. ഇതിനുശേഷം ഗവർണറെ വിവിധ കക്ഷി നേതാക്കളും കോൺഗ്രസിൻ്റെ കക്ഷി നേതാവും കാണും എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഇദ്ദേഹം നിലവിൽ ഗവർണറെ കാണാനിരിക്കുന്നത് കോൺഗ്രസിൻ്റെ MLA-മാരിൽ ഒരാളാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ സംഘത്തിൽ ഉണ്ടാകില്ല. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വി.ഡി. സതീശനിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രി പദം എത്തുക എന്നാണ് ഇതിൽ നിലവിൽ എല്ലാ സൂചനകളും നമ്മോട് പറയുന്നത്. ഈ സതീശൻ തന്നെയാണോ മുഖ്യമന്ത്രി പദവിയിലേക്ക്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെയാണ്. ഓരോ ഞങ്ങൾ പൂർണ്ണ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചാണ് ഇവിടുന്ന് യാത്ര അയക്കേക്കണം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ ആയിട്ട് വരും, ഉറപ്പാണ്. മുഖ്യമന്ത്രിയാകും. തീർച്ചയായും മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി യോഗം കൂടാനാണ് പോയേക്കുന്നത്. നമുക്ക് ഹൈക്കമാൻഡിൻ്റെ സൈഡിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനവികാരം മാനിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് ഹൈക്കമാൻഡ് മാറിയിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം മുഖ്യമന്ത്രിയെ വരട്ടെ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വലിയ രീതിയിലുള്ള വരവേൽപ്പ് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ നിങ്ങളോട് എന്താണ് നിങ്ങൾക്ക് തന്ന സൂചന? എന്താണ് അദ്ദേഹം പറഞ്ഞത്? കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കും. മാത്രവുമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ വിശ്വാസമുണ്ട്. അദ്ദേഹം 100% നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ശുഭാപ്തി പ്രതീക്ഷയിലാണ്. ജനഹിതമാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. നമുക്കറിയാം, MLA-മാരുടെ കാര്യങ്ങളറിയാം, മറ്റു പാർലമെൻ്ററി പാർട്ടിയുടെ കാര്യങ്ങളറിയാം. അതുകൊണ്ട് മുൻഷിനെ പ്രത്യേകമായി സെൻറ്ററിൽ നിന്ന് ഹൈക്കമാൻഡ് കവറിലാക്കി കൊടുത്തിരിക്കുന്ന ഉറപ്പ് വി.ഡി. സതീശൻ്റെ പേരാണെന്ന് ഞങ്ങൾ തീർത്തും വിശ്വസിക്കുകയാണ്. കാരണം അദ്ദേഹമാണ് ജനങ്ങൾ, കുഞ്ഞു കുട്ടികൾ മുതൽ ഒട്ടവകാശമുള്ള കുട്ടികൾ, അതുപോലെ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ ഭാര്യമാരും വീട്ടിലിരുത്തി പറപ്പിക്കണില്ല. ഇന്ന് രാവിലെ ഞാൻ ഓടിയെത്തിയത് കെട്ടിയാളുടെ നിർബന്ധം കൊണ്ട്. അവരാണ് പറയണത് പോയി സതീശനെ മുഖ്യമന്ത്രിയാക്കി അനുഗ്രഹിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. പള്ളിയിൽ പ്രാർത്ഥനയാണ്. എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അതാണ് ജനഹിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ കേരളം ടേണടിക്കുമായിരുന്നു. ഇവിടെ BJPക്ക് വലിയ സാധ്യതകൾ തുറക്കും. തുറക്കാതിരിക്കണമെങ്കിൽ തന്നെ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് 5 കൊല്ലമല്ല, ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തുടർച്ചയായി 10 വർഷം അദ്ദേഹം ഭരിച്ച് നാടിനെ നയിച്ച് ഇന്ദിരാ പദ്ധതികൾ 5 അല്ല അതിലും ജനക്ഷേമപരമായ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യും, ജനങ്ങളുടെ കൂടെയായിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആശീർവദിച്ച് തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുന്നത്. തിരിച്ചു വരുന്നത് മുഖ്യമന്ത്രി കസേരമായി ഈ നാട് നയിക്കാനായിരിക്കും. അഴിമതിയില്ലാത്ത ഭരണം, സെക്യൂരിറ്റി അധികമില്ലാത്ത. തീർച്ചയായിട്ടും ദിവ്യ, ഇപ്പോൾ പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ അണികളെല്ലാം ഉള്ളത്. ഇന്നലെ നമ്മൾ കണ്ടു ഈ വീട് പൂർണ്ണമായും ജനനിബിഡമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അണികൾ എത്തിത്തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്താണ് അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. ഈ നിയമസഭാ കക്ഷി യോഗം ഉച്ചയ്ക്ക് 1 മണിക്ക് ചേരുമ്പോൾ സതീശൻ അവിടെ ഉണ്ടാകും. കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ്, മുഖ്യമന്ത്രി പദവിയിലേക്ക് നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡിൻ്റെ അടക്കം പൂർണ്ണ പിന്തുണ വി.ഡി. സതീശനാണ് എന്ന സൂചനകൾ ഇവിടെ നിന്ന് ചില കേന്ദ്രങ്ങൾ, അതായത് വി.ഡി. സതീശനോട് ചേർന്ന് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് തിരിച്ചറിയാം ദിവ്യ.